പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം കൂടി ജീവിച്ചിരിക്കാൻ, ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ അവിടുന്ന് എന്നെയും നിങ്ങളെയും അനുവദിച്ചിരിക്കുന്നു. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് പരസ്യമായി പാപം ചെയ്യുന്ന അധികാരികളെ പറ്റിയാണ്. പരസ്യമായി പാപം ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പൗരോഹിത്യം, ആ പൗരോഹിത്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി, ദൈവത്തെ അനുസരിക്കാത്ത, ബഹുമാനിക്കാത്ത വികാരി. ഞാൻ പാപം ചെയ്യുന്നില്ല, നിങ്ങളെല്ലാവരും കൂടെ പാപം ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. എങ്ങനെയുണ്ട്? ഞാൻ സിനഡ് കുർബാന ചെല്ലത്തുള്ളൂ, നിങ്ങൾക്ക് സിനഡ് പറയാത്ത കുർബാന ചെല്ലാനായിട്ട് അനുവാദം തരാം. പരസ്യമായി പാപം ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യൻ. ഈ പുരോഹിതരോ 50ഓളം കുഞ്ഞുങ്ങളെ പൗരോഹിത്യം കൊടുത്ത് മാറ്റി വിട്ടിച്ച് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട കണക്ക് കുർബാനയിലേക്കു. മാതാപിതാക്കളും കരയുക, ദൈവമേ ഒരെണ്ണം വളർത്തി വന്നിട്ട് വളഞ്ഞു പോയല്ലോ, ഇവനനുസരിക്കാതെ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ കയറി നിന്നിട്ട് ഈ അനുസരണക്കേട് കാണിക്കുന്നു. അതിലൊക്കെ അപ്പുറം ഇപ്പോഴത്തെ കൊച്ചന്മാരെല്ലാം പേടിച്ചിരിക്കുക. PFIയുമായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ, എടാ ഇതിനൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരാ കയറി വന്നിച്ച് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലെന്ന്. പക്ഷേ PFIയുടെ വലിയ ആൾ നമ്മുടെ സുഹൃത്താണെന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. കണിശമായിട്ടും ഇഷ്ടം പോലെ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് പരിപാടി നടന്നിട്ടുണ്ട്. ഇവിടെ സമരം നടത്താൻ കാശ് വേണ്ടേ? അതിന് ആയിരക്കണക്കിന് രൂപ വേണ്ടപ്പോൾ ഈ കാശെല്ലാം എവിടുന്ന് വന്നു? സഭയിൽ നിന്ന് എടുക്കാവുന്നതിനൊരു പരിമിതിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിടിക്കപ്പെടും. ഞങ്ങൾക്ക് സന്തോഷമായത്. കള്ളൻ പിടിക്കപ്പെടുന്നത് നാടിന് സന്തോഷമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്, പരിശുദ്ധ സഭയ്ക്ക് സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അതും അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് PFIയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അതാണ് കാരണം. വേറൊരു കാര്യമുണ്ട്, ഓരോന്നിൻ്റെ സ്വഭാവം അറിയുമ്പോൾ ഇതിൻ്റെ വിത്തെവിടെ കിടക്കുന്നത്, ഇതിൻ്റെ കാമ്പ് എവിടാന്ന് മനസ്സിലാകുമല്ലോ. സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് സഭയോട് ചേർന്ന് നിൽക്കുന്നവർ പിതാക്കന്മാരുമായിട്ടോ വൈദികരുമായിട്ടോ സംസാരിക്കുമ്പോൾ ചീത്തയോ തെറിയോ പറഞ്ഞു വല്ലതും സംസാരിക്കുന്നത്? എന്നാൽ കാല് തല്ലിയൊടിക്കുമെന്ന് ഒരാൾ മാർപ്പാപ്പയുടെ അമ്മയുടെ മറ്റത് എന്നും പറഞ്ഞുകൊണ്ട് തെറി പറയുന്ന വേറൊരുവന് ഇതൊന്നുമല്ല, കോലം കത്തിക്കുന്നവർ, ഇടിച്ചു കയറുന്നവർ, ഗേറ്റ് തല്ലി പൊളിക്കുന്നവർ, ഇതൊക്കെ ഭീകരവാദമല്ല പിന്നെന്താ? നീതിയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഭീകരവാദം കാണിച്ച് പേടിപ്പിച്ച് കാര്യം നടത്താൻ ഒരുങ്ങുന്ന ഇത്തരം ജീവിതങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും PFIയുടെ ഈ ബന്ധങ്ങളെപ്പറ്റി പുറത്തു വന്നതോടുകൂടി തൃശ്ശൂർ പിതാവ്, സത്യത്തിൽ അദ്ദേഹം ഒരു മണ്ടന കേട്ടോ. തൃശ്ശൂരിലെ പിതാവ് ഒരു മണ്ടന. കാല് തല്ലി ഓടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ പറയണം, അടമോനെ തല്ലി ഓടിക്കടാ, എന്നാലും ഞാൻ മരിച്ചാലും ഞാൻ ഈ സഭ പറഞ്ഞതേ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞ് ഒന്നുകിൽ ഒരു രക്തസാക്ഷി അല്ലെ ഒരു ധീരനായ ബിഷപ്പായി തീരുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അദ്ദേഹം പേടിച്ചുപോയി, ലോകമനുഷ്യനായി മാറി. ചോമല് അരക്കെട്ടും കെട്ടിയാൽ നടക്കുന്നത്. എന്താണ്? രക്തസാക്ഷിത്വം ഭരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നാട്ടുകാരെ പറ്റിക്കാനല്ലെങ്കിൽ പിന്നെന്നതിന് വേണ്ട സമയത്ത് ഉപയോഗിക്കാത്ത ഒരു വിശ്വാസവും നിത്യരക്ഷയ്ക്ക് കാരണമായി തീരില്ല. പിതാക്കന്മാരുടെ എല്ലാ അരക്കെട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അരക്കെട്ടിൻ്റെ അർത്ഥം എനിക്ക് ഈ അടുത്ത സമയത്താണ് മനസ്സിലായി കേട്ടോ. അരക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷിത്വത്തിന് ഞങ്ങൾ റെഡിയാ. മറ്റുള്ളവർ തല്ലുകൊള്ളുമ്പോഴും മറ്റുള്ളവർ വേദനിക്കുമ്പോഴും ഭീകരവാദികളോ അല്ലെങ്കിൽ അതുപോലെ സഭയ്ക്കെതിരെ നിൽക്കുന്നവർ പീഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ വാചാലമായി സംസാരിക്കുന്ന ഒരുത്തനും തല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അക്ഷരം മണ്ടത്തില്ല, വായടച്ച് പൂട്ടി താക്കോലുമായിട്ട് പൊക്കളയും. ആ പരുവത്തിലുള്ള ജീവിതങ്ങളാണ്. പാവപ്പെട്ട ആത്മാവിന് തല്ലുകൊള്ളാനും റെഡിയാണ്, ചവിട്ട് കൊള്ളാനും റെഡിയാണ്, മരിക്കാനും റെഡിയാണ്. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഈ നേതൃത്വം നൽകുന്ന ഒരെണ്ണത്തിനും ആ ബോധമില്ല.
ഏതായാലും ഉറപ്പാണ്, ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു വലിയ രക്ഷ വരും. ആ കാര്യം 100% ഉറപ്പ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അന്ധകാര ശക്തിയെ അടിച്ചോടിച്ച് ഈ സഭയെ ശുദ്ധീകരിക്കും. സമയമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഗർഭിണിയായ 10 മാസം വേണം. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് തീരാനും കുറേ സമയമെടുക്കും. കുറച്ച് മുറിവും വേദനയും സങ്കടവും നഷ്ടവും കഷ്ടവും ഒക്കെ ഉണ്ടാകും. എങ്കിലും ഞങ്ങൾ അനുഭവിച്ച മുഴുവൻ കഷ്ടതയും കുരിശോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ സഭയെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ കഴിയുന്നിടത്തോളം ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് നിൽക്കാമെന്നേ. കൈകോർത്ത് ഒരുമനപ്പെട്ട് നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം.